Next, potential energy, kinetic energy and total energy of revolving electrons according to Rutherford's model. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇത് ന്യൂക്ലിയസ് ആണ്, നമ്മൾ ഹൈഡ്രജൻ ആറ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് ചുറ്റും എന്താണ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓർബിറ്റാണ്, അറിയാലോ. ഇത് ന്യൂക്ലിയസ് ആണ്, ഇവിടെ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചാർജ് +E ആണ്. ഇത് ഇലക്ട്രോൺ ആണ്. പ്രോട്ടോൺ ആണുള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടോണിൻ്റെ ചാർജ് +E, പക്ഷേ ഇലക്ട്രോണിൻ്റെ ചാർജ് -E ആണ്. ഇലക്ട്രോണ് ഇതിന് ചുറ്റും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ റൂദർഫോർഡ്സ് മോഡൽ പറയുന്നത്. അപ്പോൾ ഈ റിവോൾവിങ് ഇലക്ട്രോൺ, ഇവിടെ വരുന്ന എനർജിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ഇവിടെ ഒരു റേഡിയസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു റേഡിയസ് ഉണ്ടാവും. ആദ്യം തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നോക്കാം. പൊട്ടൻഷ്യൽ എനർജി നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് U എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഓർത്ത് വെച്ചേക്ക്, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുന്നത് U എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ 2 ചാർജാണ് ഉള്ളതെങ്കിൽ ഓർക്കുന്നുണ്ടോ? 2 ചാർജ് ഉണ്ട്, Q1 ആൻഡ് Q2, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം വിൽ ബി പഠിച്ചിട്ടുണ്ടല്ലോ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. 2 ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണെങ്കിൽ ദ പൊട്ടൻഷ്യൽ എനർജി, ദ എനർജി ഡ്യൂ ടു ദ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ വിൽ ബി 1/4πε0 Q1 Q2 ബൈ R. ഇവിടെ 2 ചാർജസ് ആണ്. ദിസ് ഈസ് Q1 ആൻഡ് ദിസ് ഈസ് Q2, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. അപ്പോൾ ഫോർമുല പ്രകാരം 1/4πε0 E ഇൻറ്റു -E ഡിവൈഡഡ് ബൈ R എന്ന് വരും. Q1 എന്ന് പറഞ്ഞാൽ ഇയും Q2 എന്ന് പറഞ്ഞാൽ -E ആണ്. ശരിയല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണം. ഈ ഫോർമുല എഴുതുമ്പോൾ സൈൻ ഓഫ് ദ ചാർജ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ വരും? പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഇവിടെ മൈനസ് സൈൻ ഉണ്ടല്ലേ, -E² ഡിവൈഡഡ് ബൈ താഴെ 4πε0 R. 4πε0 R ഇത് ബൈ ഹാർട്ടാക്കി വെക്കാം. റേഡിയസ് അറിയേണ്ടി വരും. ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ റേഡിയസ് വേണം. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറ്റും. ഇനി നമുക്ക് കൈനറ്റിക് എനർജി നോക്കാം. ഈ ഇലക്ട്രോൺ ഇതിന് ചുറ്റും അല്ലേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. സപ്പോസ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V ആണെന്ന് വിചാരിക്കുക. നമുക്കറിയില്ല, അസ്യൂം ചെയ്യും V ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ എന്താണ് ഇവിടെ സംഭവിക്കുക? ദർ വിൽ ബി എ സെൻട്രിപീറ്റൽ ഫോഴ്സ്. സെൻറ്ററിലോട്ടൊരു ഫോഴ്സ് വേണം. ഇലക്ട്രോണിന് അങ്ങനെ കറങ്ങാൻ പറ്റണമെങ്കിൽ, സർക്കുലർ മോഷനിൽ കറങ്ങാൻ പറ്റണമെങ്കിൽ ദർ മസ്റ്റ് ബി എ ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ. സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് കാണാനായിട്ടൊരു ഫോർമുല ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? mv²/r ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഓക്കെ ആണല്ലോ. സെൻറ്ററിലോട്ടുള്ള ഫോഴ്സ് mv²/r. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ, r റേഡിയസ്. ഇപ്പോൾ ഇലക്ട്രോൺ ഇതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ദർ ഈസ് എ സെൻട്രിപീറ്റൽ ഫോഴ്സ്. സെൻറ്ററിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ആ സെൻറ്ററിലോട്ടുള്ള ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയാമോ? ദാറ്റ് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ, ബൈ ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് സെൻറ്ററിലോട്ട്, ബിക്കോസ് ഓപ്പോസിറ്റ് ചാർജ് ആണല്ലോ. ആ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഇവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കാണാൻ കൂളംസ് ലോ ഉപയോഗിച്ചാൽ മതി. നമുക്കറിയാമല്ലോ രണ്ട് ചാർജസിന് ഇടയ്ക്കുള്ള ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് അട്രാക്റ്റീവ് ആണ്. നമുക്കറിയാം കൂളംസ് ലോ പറയുന്നത് 1/4πε0 Q1 Q2/r² ആണ്. The force between two charges separated by distance r. ഫോഴ്സ് ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/4πε0 Q1 × Q2. ഇവിടെ ഞാൻ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ചാർജിൻ്റെ സൈൻ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ എഴുതാൻ പോകുന്നത് ഈ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്താണ്, മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ അവിടെ സൈൻ ഞാൻ കാണിക്കുന്നില്ല. 1/4πε0 Q1 Q2 E × E അല്ലേ, E × E സ്ക്വയർ അല്ലേ. Q1 Q2 എന്ന് പറയുമ്പോൾ E × E. നെഗറ്റീവ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മാഗ്നിറ്റ്യൂഡാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. r². Centripetal force equal to the attractive force between the nucleus and the electron. ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് ആരെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ നോക്കിയേ. രണ്ട് സൈഡിൽ നമുക്കൊരു 6 വെട്ടിക്കളയാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി? mv² ഈസ് ഈക്വൽ ടു 1/4πε0 E²/r കിട്ടും. നമുക്ക് കാണേണ്ടത് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി K എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. കൈനറ്റിക് എനർജി ഡിനോട്ട് ബൈ ദി ലെറ്റർ K. ഇറ്റ് ഈസ് ഈക്വൽ ടു ½ mv². M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ, V എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ മോഷൻ. ഇവിടെ mv² കിട്ടിയിട്ടുണ്ടല്ലോ. രണ്ട് സൈഡിലും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1/2 mv² കിട്ടും. റൈറ്റ് സൈഡിൽ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 × 1/4πε0 E²/r എന്ന് കിട്ടും. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. ബൈ ഹാർട്ടാക്കി വെക്കണം. ഇവിടെ താഴെ 2 × 4 8 ആവുമല്ലോ. E² ഡിവൈഡഡ് ബൈ 8πε0r. ഇതാണ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു, കൈനറ്റിക് എനർജിയും പഠിച്ചു. ഇനി ടോട്ടൽ എനർജിയും കൂടി അറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ കാണാം? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു T എന്ന് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി TE എന്ന് എഴുതാം. ടോട്ടൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ശരിയല്ലേ? ഇത് പൊട്ടൻഷ്യൽ എനർജി, ഇത് കൈനറ്റിക് എനർജി. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ സ്റ്റെപ്പ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ടേമും ആഡ് ചെയ്യുക. സ്റ്റെപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ടാക്കി വെക്കുക. അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി ഈക്വൽ ടു -E²/8πε0r. ഇതും ബൈ ഹാർട്ടാക്കി വെക്കണം. പിന്നീട് ഡെറിവേഷൻസ് എനർജിയുടെ കുറച്ച് ഫോർമുലാസ് ഡിറൈവ് ചെയ്യുമ്പോൾ ഇത് അവസാനം ആവശ്യം വരുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി മനസ്സിലായല്ലോ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞുതരാം. ഇൻ ദ കേസ് ഓഫ് ദിസ് ഹൈഡ്രജൻ ആറ്റം, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി നോക്കി, ഇറ്റ് ഈസ് ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നെഗറ്റീവ് സൈൻ കളഞ്ഞ് എഴുതണം കേട്ടോ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നോക്കി, ഇവിടെ താഴെ 4 വന്നപ്പോൾ ഇവിടെ താഴെ 8 ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയാണ് കൈനറ്റിക് എനർജി. പക്ഷേ കൈനറ്റിക് എനർജി എഴുതുമ്പോൾ പോസിറ്റീവ് സൈനേ വരാൻ പാടുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിലത്തെ നെഗറ്റീവ് സൈൻ റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നെഗറ്റീവ് കളയാൻ വേണ്ടി മോഡുലസ് ഇട്ടുന്നുള്ളൂ. അതേപോലെ ടോട്ടൽ എനർജി നോക്കുമ്പോഴോ,
ടോട്ടൽ എനർജി ഓൾസോ ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അവിടെ സൈൻ ഇരുന്നോട്ടെ. ടോട്ടൽ എനർജി എഴുതുമ്പോൾ സൈൻ ഇരുന്നോട്ടെ. കൈനറ്റിക് എനർജി എഴുതുമ്പോൾ സൈൻ വേണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ മോഡുലസ് ഇട്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ബോത്ത് ആർ ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയാണ് കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും. കൈനറ്റിക് എനർജി എഴുതുമ്പോൾ സൈൻ എഴുതരുതെന്ന് മാത്രം. ക്ലിയർ ആയല്ലോ?